ദൃശ്യം 3 എന്ന സിനിമ മറ്റു ഭാഷകളിൽ റീമേക്ക് റൈറ്റ്സ് കൊടുക്കാതെ പാൻ ഇന്ത്യൻ റിലീസായിട്ട് ലാലേട്ടൻ്റെ ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. എന്നാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും ദൃശ്യം 3 എന്ന സിനിമ ഇതുപോലെ പാൻ ഇന്ത്യൻ റിലീസായിട്ട് എത്തുകയാണെങ്കിൽ എമ്പുരാനേക്കാളും വമ്പൻ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 എന്ന സിനിമ മാറുമെന്ന കാര്യത്തിന് സംശയമില്ല. എന്തായാലും ഈ ഒരു വാർത്ത സിനിമയുടെ അണിയറ പ്രവർത്തകരൊന്നും ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു റൂമറാണ്. എന്തായാലും പാൻ ഇന്ത്യൻ റിലീസായിട്ട് ദൃശ്യം 3 എന്ന സിനിമ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എമ്പുരാൻ സിനിമയുടെ കേരള കളക്ഷൻ ഇതുവരെ 85,30,00,000-ഓളം ആയിട്ടുണ്ട്. 2018 എന്ന സിനിമയുടെ 89 കോടി എന്ന കേരള കളക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് കേരളത്തിൽ എമ്പുരാൻ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ആവുകയുള്ളൂ. കേരളത്തിൽ ഓരോ ദിവസവും 20 ലക്ഷം 30 ലക്ഷം റേഞ്ചിലാണ് സിനിമയ്ക്ക് കളക്ഷൻ വരുന്നത്. 2018 എന്ന സിനിമയുടെ കേരള കളക്ഷൻ എമ്പുരാൻ സിനിമ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുക. തുടരും സിനിമ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണെന്ന് തരുൺ മൂർത്തി ലേറ്റസ്റ്റായി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഡ്രാമ മാത്രം പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമ കാണുക. ഇതുപോലുള്ള പോസ്റ്റേഴ്സും ഇതുപോലുള്ള ന്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു സിനിമയിൽ ഹൈപ്പ് വരും. ഇനി എത്ര ഹൈപ്പ് വന്നാലും സിനിമ നല്ലതാണെങ്കിൽ വൻ വിജയം നേടും. അതിനുള്ളൊരു ഉദാഹരണമാണ് എമ്പുരാൻ. മിക്സ്ഡ് റിവ്യൂസൊക്കെ വന്നിട്ടും എമ്പുരാൻ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു. എമ്പുരാന് ശേഷം ലാലേട്ടൻ്റെ അടുത്ത വൻ വിജയം നേടുന്ന സിനിമയായിട്ട് തുടരും സിനിമ മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.